ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലത്തെ സോഫ്റ്റും ജ്യൂസി ആയിട്ടുള്ള ഷവർമ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. നമ്മൾ ഒരു പ്രാവശ്യം തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങാൻ നിൽക്കില്ല, നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി കഴിക്കും. അപ്പോൾ നമുക്ക് ഷവർമ തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നല്ല സോഫ്റ്റ് കുബൂസ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ ചെറിയ ചൂടുള്ള 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 കപ്പ് മൈദയും 1 കപ്പ് ആട്ട ഫ്ലോറും കൂടെ എടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത്, ചെറിയ ചൂടുവെള്ളം ചേർത്ത് നമുക്കിത് കുഴച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ വീണ്ടും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ നമുക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കാൻ. മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം എണ്ണ മുകളിൽ തടവി കൊടുത്തതിന് ശേഷം ഇതൊരു 2-3 മണിക്കൂറത്തേക്ക് അടച്ചു വയ്ക്കാം. അപ്പോഴത്തേക്ക് ഈ മാവ് നല്ല ഡബിൾ സൈസിൽ ഇത് പൊങ്ങി വരും. അപ്പോൾ ഞാൻ ഒരു 3 മണിക്കൂർ അടച്ചു വെച്ചപ്പോഴത്തേക്ക് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളയാം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ബോൾസ് ആക്കി എടുക്കാം. ഞാനൊരല്പം വലിപ്പമുള്ള കുബൂസാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മാവിൻ്റെ അളവ് വെച്ചിട്ട് നമുക്കൊരു 10 കുബൂസൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഒരു 8 എണ്ണം എന്ന അളവിലാണ് ബോൾസാക്കി എടുത്തേക്കുന്നത്. അപ്പം നമുക്കൊരു ബോള് ഇതേപോലെ പഴുത്താനായിട്ട് എടുക്കുന്ന സമയത്തേക്ക് നമുക്ക് ബാക്കിയുള്ളത് ഇതേപോലെ അടച്ച് തന്നെ വയ്ക്കാം, അല്ലെങ്കിൽ അത് ഡ്രൈ ആയിട്ട് പോകും കേട്ടോ. അപ്പം നമുക്കിതാ ഇതേപോലെ ഇച്ചിരി ഒരല്പം മാവ് വിതറി കൊടുത്തിട്ട് നമുക്കിതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഈ ഒരു സൈസിലാണ് കേട്ടോ ഞാൻ പരത്തി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലിട്ട് നമുക്ക് ഇത് നമ്മുടെ കുബൂസ് ചുട്ടെടുക്കാം. നമ്മുടെ കുബൂസൊക്കെ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യണം. അതിനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പും ഒക്കെ ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ല മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരല്പം എണ്ണ ചേർത്തിട്ട്, അത് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം കേട്ടോ, വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കതിലേക്കിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കാം. അതിനായിട്ട് പൊട്ടറ്റോ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നമ്മുടെ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഫ്രഞ്ച് ഫ്രൈസാണ് കേട്ടോ. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് നമ്മുടെ എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കുക. നല്ല അടിപൊളി ഫ്രഞ്ച് ഫ്രൈസാണ് കേട്ടോ.
അതാ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും റെഡി. ഇനി നമുക്ക് മയണൈസ് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ 2 അല്ലി ഇട്ടെടുത്തിട്ടുണ്ട്. ഒരല്പം ഉപ്പ്, പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരല്പം വിനാഗിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണയും ചേർത്ത് കൊടുത്തിട്ട് ഇത് അടിച്ചെടുക്കുമ്പോൾ നമ്മുടെ മയണൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എടുത്ത് വയ്ക്കുന്നത് കുറച്ച് വെജിറ്റബിൾസാണ്. നമ്മുടെ മുട്ടക്കോസ്, ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചിക്കൻ ഇതേപോലെ ഒന്ന് പിച്ചാത്തി വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പം വീഡിയോയിൽ ഇത് മിസ്സായിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് കുബൂസ് വെച്ചിട്ട് നമുക്ക് മയണൈസ് തേച്ച് കൊടുക്കാം. മയണൈസ് തേച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരല്പം കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കെച്ചപ്പ് ഞാൻ ഉണ്ടാക്കിയതല്ല, പുറത്തുനിന്ന് മേടിച്ച കെച്ചപ്പാണ് കേട്ടോ. അപ്പം നമുക്ക് കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. പിന്നെ ഇതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ എത്ര വെക്കണമെന്നൊക്കെ. അപ്പം നമുക്ക് ഫില്ലിങ് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസും കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരല്പം നമ്മുടെ മയണൈസും കൂടെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത്രയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് റോൾ ചെയ്തെടുക്കാം. നമ്മുടെ അടിപൊളി ഷവർമ്മ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.